യേശു ബഥാനിയയിലെ സഹോദരിമാരുടെ ഭവനത്തിൽ. ഒരു ദിവസം യേശു ബഥാനി എന്ന ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ മാർത്ത എന്ന സ്ത്രീയെ കാണുകയുണ്ടായി. മാർത്ത ഉടൻ തന്നെ യേശുവിനെയും ശിഷ്യന്മാരെയും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. മാർത്തയ്ക്ക് ഒരു സഹോദരിയും ഒരു സഹോദരനുമാണ് ഉള്ളത്. സഹോദരിയുടെ പേര് മറിയെന്നും സഹോദരൻ്റെ പേര് ലാസർ എന്നുമാണ്. മറിയയ്ക്ക് യേശുവിൻ്റെ വചനങ്ങൾ കേൾക്കുവാൻ വളരെ താല്പര്യമുണ്ടായിരുന്നതിനാൽ യേശുവിൻ്റെ കാൽക്കൽ വന്നിരുന്ന് തിരുവായുമൊഴിഞ്ഞ വചനങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും ജീവിതത്തിൽ അനുഷ്ഠിക്കുവാൻ താല്പര്യമുള്ള സ്ത്രീയായിരുന്നു മറിയ. എന്നാൽ മാർത്ത അങ്ങനെ ആയിരുന്നില്ല. അതിഥികളെ സൽക്കരിക്കുവാൻ വളരെ ഉത്സാഹവതിയായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും നന്നായി സൽക്കരിക്കണം എന്നതായിരുന്നു മാർത്തയുടെ ആഗ്രഹം. മാർത്ത തൻ്റെ സഹോദരിയെക്കുറിച്ച് യേശുവിനോട് സഹായിക്കുവാൻ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ യേശു മാർത്ത പ്രതീക്ഷിക്കാത്ത മറ്റൊരു മറുപടിയാണ് നൽകിയത്. മാർത്തേ, നീ പലതിനെയും ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നും മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളിൽ നിന്നും അപഹരിക്കുകയില്ല. പ്രിയരെ, നാമും മാർത്തയെപ്പോലെ ഈ ലോകത്തിൽ നശ്വരമായ പലതിനെയും ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങാതെ മറിയെപ്പോലെ നല്ല അംശം തിരഞ്ഞെടുത്ത് കർത്താവിനായി ജീവിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ.